മാനസാന്തരം എന്ന് പറയുന്നത് നമ്മൾ കയ്യടിയിലല്ല മാനസാന്തരം. ഹല്ലേലൂയ. എല്ലാ ഞായറാഴ്ചയും ഒരിടത്തും പോകാനില്ലാത്തത് കൊണ്ട് ഇന്ന് പിന്നെ ചർച്ചിലെങ്കിലും പോകാം, അല്ലാതെ വെളിയിൽ വേറെ ഇടത്ത് കറങ്ങാനും ഒന്നും പോകാനും വയ്യ. ബന്ധുക്കളെ വീട്ടിൽ പോയാൽ അടിച്ചിറക്കും, അല്ലെങ്കിൽ പിന്നെ ഒരിടത്തും പോകാനൊന്നും ഒരു വഴിയില്ല. അപ്പോൾ പിന്നെ കുളിച്ചൊരുങ്ങി റെഡിയായി ചർച്ചിലെങ്കിലും ചെന്നിരുന്നിട്ട് വരാം എന്ന് പറഞ്ഞ് വരുന്നവരെ അല്ല ദൈവം അനുഗ്രഹിക്കുന്നത്. മറ്റുള്ള എത്രയോ ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങളിലും ഇവിടെ ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്. അന്നൊന്നും വരത്തില്ല, ഞായറാഴ്ച മാത്രം കുളിച്ചൊരുങ്ങി റെഡിയായി വരുന്നവർ മാത്രമാണ്. സ്തോത്രം. ഇന്ന് ആളുകളെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പരിഹസിക്കുന്ന അവസ്ഥകൾ മാറിയിട്ട്, ദൈവത്തെ വഞ്ചിക്കുന്ന അവസ്ഥകൾ മാറിയിട്ട് നീ ഇരിക്കുമ്പോൾ നിനക്ക് തന്നെ നിന്റെ ഹൃദയത്തിനകത്ത് കുറ്റബോധമില്ലാതെ കുത്തുകൊള്ളാതെ എന്റെ ദൈവത്തിനെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെയാണ് സേവിക്കുന്നതെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള എത്ര പേരുണ്ട്. എന്റെ ലൈഫിൽ ഞാൻ എന്റെ നന്മയുടെ ഓഹരി ദൈവരാജ്യത്തിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, അതിനേക്കാൾ ഉപരി ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള എത്ര പേരുണ്ട്. നീയാണ് യഥാർത്ഥ വിശ്വാസി. നിന്റെ കരമടി സ്വർഗത്തിൽ കേൾക്കും. നിന്റെ ഹൃദയത്തിലെ വിചാരങ്ങളെ ദൈവം അറിഞ്ഞ് അനുഗ്രഹിക്കാൻ പോവുകയാണ്. നീ ദൈവത്തെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ ആകരുത്.